അദ്ദേഹം വിശ്വാമിത്രനോട് ചോദിച്ചു, ഗുരോ, ഈ ഭീകരവനം ആരാണ് ഭരിക്കുന്നത്? ഇതിന്റെ പേരെന്താണ്? ഗുരു മറുപടി പറഞ്ഞു, ലക്ഷ്മണ, ഈ കാടുള്ള സ്ഥലത്ത് പണ്ട് 2 രാജ്യങ്ങളുണ്ടായിരുന്നു, മാലതയും കരോസയും. അവ ദേവന്മാരുടെ ദേശങ്ങൾ എന്ന പോലെ പ്രശോഭിച്ചു. വാസ്തവത്തിൽ ഈ ദേശം ദേവകളാൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടതും വളർത്തപ്പെട്ടതുമാണെന്ന് ജനങ്ങൾ പറയുന്നു. അവർ ഈ പ്രദേശത്തെപ്പറ്റി ഒരു കഥ പറയുന്നുണ്ട്. ഇന്ദ്രൻ വൃത്രനെ കൊന്നപ്പോൾ അദ്ദേഹം പാപത്തിന്റെ ദൂഷ്യഫലം അനുഭവിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് ഒരിക്കലും തീർക്കാനോ തൃപ്തിപ്പെടുത്താനോ സാധിക്കാത്ത വിശപ്പുണ്ടായി. പരിതാപകരമായ സ്ഥിതിയിലപ്പെട്ട ഇന്ദ്രനെ മഹർഷിമാർ ഈ പ്രദേശത്തു കൊണ്ടുവന്ന് പുണ്യഗംഗയിൽ കുളിപ്പിച്ചു. ആ സ്നാനത്തിനു ശേഷം നിരന്തരമായി സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് ഇന്ദ്രന്റെ ശിരസിൽ ഗംഗാജലം തുടരെ ഒഴിച്ചു. അതോടുകൂടി പാപം തീരെ കഴുകിക്കളഞ്ഞു. ഇന്ദ്രന്റെ വിശപ്പുകൊണ്ടുള്ള ദുഃഖം അവസാനിപ്പിച്ചതിൽ ബ്രഹ്മാവ് സന്തുഷ്ടനായി. അങ്ങനെ അദ്ദേഹം ഈ രാജ്യങ്ങൾക്ക് മാലത എന്നും കരോസ എന്നും പേരിട്ടു. നാഥവന്റെ അനുഗ്രഹത്താൽ രാജ്യങ്ങൾ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ധാന്യവും സ്വർണവും കൊണ്ട് 2 രാജ്യങ്ങളും വെട്ടിത്തിളങ്ങട്ടെയെന്നും എല്ലാവിധത്തിലും സമൃദ്ധിയും ക്ഷേമവും ഉണ്ടാകട്ടെയെന്നും ദേവന്മാർ ഇച്ഛിച്ചു. ഇതിനിടയിൽ താടക എന്ന ക്രൂരയായ ഒരു രാക്ഷസി ഈ പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടു. അവൾ സന്തുഷ്ടവും സമാധാനപൂർണവുമായ ഈ രാജ്യത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. യക്ഷിയായിരുന്നു അവൾ. ഏതു രൂപവും സ്വീകരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു അവൾ. ജനിക്കുമ്പോൾ തന്നെ 1000 ആനകളുടെ ശക്തി അവൾക്കുണ്ടായിരുന്നുവെന്ന് കേൾക്കുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, മാരീചൻ. അവൻ ഇന്ദ്രന്റെ ബലവും വീര്യവുമുണ്ടായിരുന്നു. അമ്മയും മകനും അവിടെ അത്യാപത്തുകളും നാശനഷ്ടങ്ങളും വരുത്തി. ആ ദുഷ്ടരാക്ഷസി നിവസിക്കുന്ന കാട് ഇവിടെ നിന്ന് 1.5 യോജന ദൂരെയാണ്. മാലത എന്നും കരോസ എന്നും പേരായ ധനപുഷ്ടിയും ക്ഷേമവുമുള്ള ഈ 2 രാജ്യങ്ങളെയും തകർത്ത് ഇന്ന് കാണുന്ന കാടാക്കി മാറ്റിയത് താടകയും മാരീചനുമാണ്. സമീപിച്ചപ്പോൾ ഭയചകിതരായി ഓട്ടി രക്ഷപ്പെട്ടു. അങ്ങനെ കൃഷി ചെയ്യപ്പെടാതെ നിലങ്ങളെല്ലാം കാടുപിടിച്ച് അനാഥമായി തീർന്നു. ജനനിബിഡമായിരുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും ജനവാസില്ലാതെ നശിച്ചു. മനുഷ്യവാസത്തിന്റെ ഒരു ലക്ഷണവും പിന്നീടുണ്ടായിട്ടില്ല. അവളെ ആക്രമിച്ചു പിടിക്കാനോ നശിപ്പിക്കാനോ ആരു ശ്രമിച്ചാലും അതിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. അവളുടെ കൊള്ളയടി നിർത്താൻ ഒരാൾ തന്നെ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. ഇക്കാര്യത്തിൽ കുമാര, നിന്നെപ്പറ്റിയല്ലാതെ മറ്റാരെപ്പറ്റിയും ചിന്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതെ, എന്റെ ഏറ്റവും അഗാധമായ അന്തഃപ്രചോദനം അങ്ങനെ പറയുന്നു. രാമനൊഴിച്ച് മറ്റാർക്കും ഈ അതിപ്രബലയായ രക്ഷസിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. ഇവർ 2 പേരും ദുഷ്ടരായ അമ്മയും മകനുമാണ് തപസ്സികളുടെ യജ്ഞങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും ശിഥിലമാക്കുന്നതും അശുദ്ധമാക്കുന്നതും. രാക്ഷസന്മാർക്ക് നേതൃത്വവും സഹായവും നൽകുന്നതും അവരാണ്. വിശ്വാമിത്രന്റെ വാക്കുകൾ രാമന്റെ വികാരങ്ങളെ ഇളക്കി. ഉയർന്നുവന്ന രോഷം അടക്കി നിർത്താൻ രാമനു കഴിഞ്ഞില്ല. അത്യന്തം വിനയത്തോടും ആദരവോടും കൂടി രാമൻ പറഞ്ഞു, തപസ്സികളിൽ മഹാനായവനെ, യക്ഷന്മാർ അശക്തന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനു പുറമെ താടക ഒരു സ്ത്രീയും, ദുർബലവർഗത്തിൽപ്പെട്ടവൾ. അപ്പോൾ അവൾക്ക് മുഴുവൻ ജനങ്ങളെയും ഭയവിഹലരാക്കാൻ എങ്ങനെ കഴിഞ്ഞു? എവിടുന്നാണ് അവൾ ഇത്രയും ശക്തി നേടിയത്? ബ്രഹ്മാവും ദേവന്മാരും അനുഗ്രഹിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ അവൾക്കെങ്ങനെ ഇങ്ങനെ നശിപ്പിക്കാൻ കഴിഞ്ഞു? ഇത് അത്ഭുതം തോന്നുന്നു. ഇത് വിശ്വാസത്തിന്റെ സീമയ്ക്കപ്പുറമുള്ള എന്തോ ആണ്. വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, ഞാൻ പറയാം, കേൾക്കൂ. പണ്ട് സുകേതു എന്നു പേരുള്ള ഒരു യക്ഷനുണ്ടായിരുന്നു. അദ്ദേഹം സദ്ഗുണസമ്പന്നനും അതുപോലെ പ്രതാപശാലിയുമായിരുന്നു. അവന് പിന്തുടർച്ചാവകാശിയായി സന്താനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നതിനും അവരുടെ അനുഗ്രഹം നേടുന്നതിനും വേണ്ടി കഠിനമായി തപസ്സു ചെയ്തു. ഒടുവിൽ ബ്രഹ്മാവ് അവന്റെ തപസ്സിൽ സന്തുഷ്ടനായി പ്രത്യക്ഷനായി. അവൻ അസാധാരണ ബലവും സാമർഥ്യവും കൗശലവുമുള്ള ഒരു പെൺകുട്ടി പിറക്കുമെന്ന് അനുഗ്രഹം നൽകി. സുകേതുവിന് ഈ അനുഗ്രഹം കിട്ടിയപ്പോൾ ഒരാൺകുട്ടിയെ കിട്ടിയില്ലെങ്കിലും സന്തോഷത്തിന് കുറവുണ്ടായിരുന്നില്ല. സുകേതു മടങ്ങി. വരപ്രകാരം അവനൊരു പെൺകുഞ്ഞു പിറന്നു. ദുർബലവർഗത്തിൽപ്പെട്ടവളാണെങ്കിലും അതിശക്തയായും വളർന്നുവന്നു. അവൾക്കൊരായിരം ആനയുടെ ശക്തിയുണ്ടായിരുന്നു. ബ്രഹ്മാവിന്റെ കാരുണ്യത്താൽ യാതൊരു നിയമമോ പരിധിയോ ഇല്ലാതെ താൻ കണ്ടതെല്ലാം തന്റേതാണെന്ന പോലെ അവൾ എല്ലായിടത്തും സ്വതന്ത്രമായി സഞ്ചരിച്ചു. സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവൾ. അതുകൊണ്ട് സുകേതു അവൾക്കനുരൂപനായ ഒരുവനെ ഭർത്താവായി തിരഞ്ഞെടുക്കുന്നതിനായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. ഒടുവിൽ ഒരാളെ കിട്ടി. അവന്റെ പേര് സുജൻ. സുകേതു മകളെ അവന് വിവാഹം ചെയ്തുകൊടുത്തു. 3 കൊല്ലങ്ങൾക്കുശേഷം അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാരീചൻ. അമ്മയും മകനും യുദ്ധത്തിൽ അജയരായിത്തീർന്നിരിക്കുന്നു. സുജൻ രാക്ഷസീയമായ സാഹസിക പ്രവർത്തനങ്ങൾക്കായി മഹർഷിമാരുടെ യജ്ഞങ്ങൾ തകരാറിലാക്കാൻ ശ്രമിച്ചു.
ഇതുകാരണം അഗസ്ത്യമഹർഷിയുടെ കോപത്തിനു പാത്രമായി. അദ്ദേഹം ഈ ദുഷ്ടാത്മാവിനെ ശപിച്ചു. അതിന്റെ ഫലമായി അവൻ മരിച്ചു. മഹർഷിമാരുടെ യജ്ഞങ്ങൾ നിർബാധം നടക്കുകയും ചെയ്തു. പ്രതികാരമായി താടകി അഗസ്ത്യന്റെ ആശ്രമം ആക്രമിച്ചു. ഈ ആക്രമണം അഗസ്ത്യൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അദ്ദേഹം രണ്ടുപേരും രാക്ഷസന്മാരുടെ സ്ഥിതിയിലേക്ക് അധപ്പതിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ഇത് അവരെ പൂർവാധികം രോഷാകുലരാക്കി. അവർ അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അഗസ്ത്യന്റെ നേരെ ക്രോധതാമ്രാക്ഷരായി ചെന്നു. അഗസ്ത്യൻ കാലവിളംബം അപൽക്കരമാണെന്ന് തോന്നി. അദ്ദേഹം താടകിയെ അവളുടെ സൗന്ദര്യം നശിക്കട്ടെയെന്നും ബീഭത്സരൂപിണിയാകട്ടെയെന്നും ശപിച്ചു. മാത്രമതല്ല, അവളൊരു നരഭോജിയാകട്ടെയെന്നും ശപിച്ചു. ശപിക്കപ്പെട്ടതുകൊണ്ടൊന്നും അവൾ കീഴടങ്ങില്ല. പൂർവാധികം ശക്തിയോടുകൂടി ആക്രമണം തുടരുകയാണ് ചെയ്തത്. അതുകൊണ്ട് അഗസ്ത്യൻ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടുതൽ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറി. ഈ നിരാശയിൽ ക്രുദ്ധയായ താടകി അവളുടെ ഉഗ്രകോപം രാജ്യത്തിനു നേർക്ക് തിരിച്ചു. വിളവുകളും തോട്ടങ്ങളും നശിപ്പിച്ചു. ഇന്നു കാണുന്ന കൊടുങ്കാടായി ഈ നാട് മാറിയതെങ്ങനെയാണ്? ബ്രഹ്മാവിന്റെ വരശക്തിയുടെ ഫലമായി ജനിച്ചതുകൊണ്ടും തപസ്സിന്റെ ദാനമെന്ന നിലയിലുമാണ് അവൾക്ക് ഈ കൗശലങ്ങളും ശക്തിയും ലഭിച്ചത്. അവൾ അത് ദുരുപയോഗപ്പെടുത്തി തന്റെ മേൽ രോഷവും ശാപവും വരുത്തിവെച്ചു. ഒരു സ്ത്രീയെ കൊല്ലുന്നതിലുള്ള പാപം ശാസ്ത്രങ്ങളിൽ പറഞ്ഞതുപോലെ അതിനിന്ദ്യമാണ്. അങ്ങനെയല്ലേ? ഈ കാരണം കൊണ്ട് വെറുപ്പും വരുത്തുകയെന്ന ശാപവും നൽകി അഗസ്ത്യൻ അവളെ വിട്ടുകളഞ്ഞതായിരിക്കണം. അല്ലെങ്കിൽ ഭർത്താവിനെ ശപിച്ചുകൊന്ന മഹാനായ മഹർഷിക്ക് അവളെയും അങ്ങനെ കൊന്നുകൂടായിരുന്നോ? യോദ്ധാക്കൾ സ്ത്രീകളെ കൊല്ലുകയെന്നത് അതിനിന്ദ്യമായ കൃത്യം ചെയ്യരുതെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തു ചെയ്യണമെന്നു പറയൂ? ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണ്. ധർമ്മമനുശാസിക്കുന്ന ഈ വൈമനസ്യം രാമനുണ്ടെന്നതിൽ വിശ്വാമിത്രൻ സന്തോഷിച്ചു. സ്ത്രീവധം കൊടുമ്പാതകമാണെന്ന് എനിക്കറിയായികയല്ല. എന്തായാലും ആധ്യാത്മിക പുരോഗമനം നേടിയവരെ ബ്രാഹ്മണർ, നീതിമാന്മാർ, അതുപോലെ പശുക്കൾ രക്ഷിക്കുക പ്രധാനമാണ്. ഈ മൂന്ന് കാര്യവുമായി കെട്ടുപിണഞ്ഞുകിടക്കുകയാണ് ധർമ്മം. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കാനുള്ളതാണ് സ്ത്രീവധമെങ്കിൽ അതിൽ പാപമില്ല. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന മഹാവാചകം കേട്ടിട്ടില്ലേ? ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു. ഒരാളുടെ അഭിവൃദ്ധിക്കുവേണ്ടിയുള്ള അക്രമമല്ലിത്. ലോകത്തിന്റെ സമാധാനവും അഭിവൃദ്ധിയും നിലനിർത്തുന്നതിനുവേണ്ടി അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അത് യാതൊരു ദൂഷ്യപ്രതികരണവും ഉണ്ടാക്കുകയില്ലെന്ന് ഞാൻ ഉറപ്പുതരുന്നു. കൂടാതെ സൃഷ്ടി, രക്ഷ, നാശം എന്നിവ ദൈവനിയമത്തിന്റെ പ്രകാശനങ്ങൾ. അവ ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് സംഭവിക്കുന്നതുമാണ്. മനുഷ്യന്റെ വ്യാമോഹങ്ങളൊന്നും അതിനെ ബാധിക്കുകയില്ല. രാമ, അവിടുന്ന് ഈശ്വരാവതാരമാണ്. ഇതു ചെയ്യാനുള്ള അധികാരവും ധാർമ്മിക ബാധ്യതയും രാമനുണ്ട്. ഒഴുക്കും അഗ്നിയെ ബാധിക്കുകയില്ല. അതുപോലെ ഒരു പാപവും ഈശ്വരനെ മലിനപ്പെടുത്തുകയുമില്ല. സൃഷ്ടിക്കുള്ള ഇച്ഛയും രക്ഷണത്തിനുള്ള ബാധ്യതയുമുള്ള ആൾക്ക് ശിക്ഷണധർമ്മവും ആചരിക്കാവുന്നതാണ്. അമ്മയും മകനും ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ഒരിക്കലും ഒഴിഞ്ഞുപോകയില്ല. കൂടുതൽ ശിക്ഷകൾ അനുഭവിക്കാൻ കൂടുതൽ പാപങ്ങൾ കൂട്ടിവെക്കുന്നതിനു മുമ്പായി താടകി വധിക്കപ്പെടുന്നത് ഭാഗ്യമായി കരുതേണ്ടതാണ്. അവളുടെ ഉത്തമ താൽപര്യങ്ങളും രാജ്യത്തിന്റെ താൽപര്യവും സംരക്ഷിക്കുക മാത്രമാണ് അവിടുന്ന് ചെയ്യുന്നത്. ഇതൊരു തെറ്റോ പാപമോ അല്ല. ഇതിലിപ്പോൾ കരുണാർദ്രത കാണിച്ചാൽ അത് ലോകത്തിന് അതിരറ്റ ആപത്തുണ്ടാക്കും. അത് ധർമ്മച്യുതിക്ക് സഹായകമാകും. താടകി കൂടുതൽ പാപകർമ്മങ്ങളിൽ മുഴുകുന്നതിന് അത് വഴിവെക്കും. ഞാനെന്തിന് ഈ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ പറയുകയും 1000 വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യണം? എന്റെ ജ്ഞാനദൃഷ്ടികൊണ്ട് ഞാനെല്ലാം കണ്ടിരിക്കുന്നു. രാമൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് തന്നെ രാക്ഷസവംശം ഉന്മൂലനം ചെയ്യാനാണ്. അത് അവിടുത്തെ ലക്ഷ്യവും കർത്തവ്യവുമാണ്. ഈ ധർമ്മം ജീവിതകാലം മുഴുവനും ചെയ്യേണ്ടതുമുണ്ട്. ധർമ്മത്തിന്റെ രക്ഷാകർത്താവും രാക്ഷസന്മാരുടെ വംശവിച്ഛേദവുമാണ് അവതാര ലക്ഷ്യങ്ങൾ തന്നെ. ഞാനീ സത്യമറിഞ്ഞിരിക്കുന്നു. അതാണ് ഞാൻ സഹായത്തിന് അവിടുത്തെ സമീപിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാനെന്തിന് അവിടുത്തെ സഹായവും സേവനവും തേടണം? തപസ്സികളും യതികളും അരണ്യാശ്രമങ്ങളിൽ യജനമനുഷ്ഠിക്കുന്നവരും തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയല്ല, ലോകത്തിന്റെ മുഴുവൻ ആവശ്യത്തിനു വേണ്ടിയാണ് രാജാക്കന്മാരെ സമീപിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത്. അവർ നിസ്സംഗരായി സ്വയം ശേഖരിക്കുന്ന ഫലമൂലങ്ങൾ ആശിച്ചു കഴിഞ്ഞുകൂടുന്നു. കുറേ മാസങ്ങളോളം അവർ ഇതുപോലെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതപേക്ഷിച്ച് അവർ ജീവിതരീതി കൂടുതൽ കഠിനമാക്കുന്നു. ദേഹബോധം നശിച്ച് ജ്ഞാനപ്രകാശത്തിൽ ലയിക്കാനാണിങ്ങനെ ചെയ്യുന്നത്. അത്തരം ആളുകൾ ലോകത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്തിനു വേവലാതിപ്പെടണം? എന്നാൽ ജ്ഞാനികൾ, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ ആ വെളിപാടിന്റെ വെളിച്ചത്തിൽ സ്വയം രക്ഷ നേടിയതിനു പുറമെ തങ്ങൾ സഞ്ചരിച്ച മാർഗങ്ങളെപ്പറ്റിയും തങ്ങൾ പ്രാപിച്ച ലക്ഷ്യത്തിന്റെ പ്രഭാവത്തെപ്പറ്റിയും മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ ശ്രമിച്ചിട്ട് തങ്ങളെ സത്യദർശനത്തിന് തയ്യാറാക്കിയ സാധന ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ജ്ഞാനികൾ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ മോക്ഷത്തെപ്പറ്റിയുമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ലോകത്തിനെന്താണ് സംഭവിക്കുക? ജനങ്ങൾ പിന്നെയും അധർമ്മത്തിലേക്ക് അധപ്പതിക്കും. അത്രതന്നെ. അപ്പോൾ ധർമ്മം നിർമ്മാർജിതമാകും.
തപസ്സികൾ സ്വന്തം കാര്യം നേടുവാനല്ല ഇതിനാണ് ബദ്ധം പുലർത്തുന്നത്. അവർ വെള്ളത്തിൽ താമരയെന്ന പോലെ ലോകത്തിൽ ജീവിക്കുന്നു. ബാഹ്യാവസ്ഥകളിൽ അവർ ലോകവുമായി കെട്ടുപിണഞ്ഞ മാതിരി തോന്നാം. പക്ഷേ അവർക്ക് ലോകവുമായി യാതൊരു ബന്ധവുമില്ല. തങ്ങളെ ലേശവും കലങ്കപ്പെടുത്താൻ അവർ ലോകത്തെ അനുവദിക്കുകയുമില്ല. അവർക്ക് ഒരേയൊരു ലക്ഷ്യമേയുള്ളൂ, ലോകത്തിന്റെ പുരോഗതിയും ക്ഷേമവും മാത്രം. അവർ ധർമ്മപോഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, ഈശ്വരനെ മാത്രം ആശ്രയിക്കുകയോ ചെയ്യുന്നു. വിശ്വാമിത്രൻ ഈ വാക്കുകളിൽ സത്യം അനാവരണം ചെയ്തപ്പോൾ രാമൻ താൻ കേട്ടതൊന്നും പരിചയമില്ലാത്ത ഒരു നവാഗതനെപ്പോലെയാണ് പ്രതികരിച്ചത്. രാമൻ പറഞ്ഞു, തപസ്സികളുടെയും മഹർഷിമാരുടെയും വാക്കുകളിൽ ദിവ്യമായ താൽപര്യം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നില്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ഈ കൃത്യത്തിന്റെ ധാർമ്മികതയെപ്പറ്റിയാണ്. ഈ കാര്യത്തിന്റെ ന്യായത്തെ സംബന്ധിച്ച് അങ്ങ് എങ്ങനെ വിശദീകരിക്കുന്നു എന്നറിയാൻ മാത്രം. എന്റെ ചോദ്യത്തിൽ മറ്റൊരർത്ഥവുമില്ല. വിശ്വാമിത്ര മഹർഷിയുടെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാനാണ് എന്നോട് പിതാവ് പറഞ്ഞത്. ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് മഹാനായ ഋഷിയാണ്. അങ്ങ് തീവ്രതപസ്സുകൾ അനുഷ്ഠിച്ചിട്ടുമുണ്ട്. യാതൊരു പാപവുമേൽക്കാതെ താടകിയെ കൊല്ലാമെന്നും ആ കൃത്യം ന്യായവും നീതിയുക്തവുമാണെന്നും അങ്ങ് പറയുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. ധർമ്മപോഷണത്തിനും ജനക്ഷേമാഭിവൃദ്ധിക്കും അങ്ങ് എന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ വില്ല് കൈയിലെടുത്തു. ഞാണിന്റെ ദാർഢ്യം പരിശോധിച്ചു. അതിന്റെ ഫലമായുണ്ടായ ഞാണൊലി 10 ദിക്കുകളിലും മാറ്റൊലിക്കൊണ്ടു. കാട് മുഴുവൻ ഉണർന്നു. വന്യമൃഗങ്ങൾ ഭയചകിതരായി പ്രാണരക്ഷാർത്ഥം അവ നാലുപാടും ഓട്ടി. അത്യുച്ചത്തിലുള്ളതും അതിഭീഷണവുമായ ഈ ശബ്ദം കേട്ട് താടകി ഞെട്ടി. പ്രക്ഷുബ്ധമായ ഈ പ്രതിഭാസം അവളിൽ ക്രോധാഗ്നി ഉജ്ജ്വലിപ്പിച്ചു. ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് അവൾ പാഞ്ഞു. ഒരു പർവ്വതം വെട്ടിത്തിരിഞ്ഞുവരുംപോലെ, കുറ്റനായ കാട്ടാന പാഞ്ഞുവരുന്നതുപോലെ താടകി തന്റെ സമീപത്തേക്ക് കുതിക്കുന്നത് രാമൻ കണ്ടു. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, ഈ വെറുപ്പ് പിന്നെ എന്തു നോക്കൂ. ഈ പൈശാചിക രൂപം കണ്ടാൽ സാധാരണ മനുഷ്യൻ ബാക്കിയുണ്ടാകുമോ? ആകൃതി തന്നെ എത്ര ഭയാനകം! പിന്നെ അതിന്റെ ശക്തിയെപ്പറ്റി എന്താണ് പറയേണ്ടത്? അതും ഒരു സ്ത്രീ. അതിനെ കൊല്ലണം എന്ന തീരുമാനത്തിൽ മനസ്സ് എന്നോട് ഒട്ടും യോജിക്കുന്നില്ല. കൈയും കാലും ഖണ്ഡിച്ചുകട്ടിയാൽ ഈ സത്വം ചാവുമെന്നു ഞാൻ വിശ്വസിക്കുന്നു. അതിനെ നശിപ്പിക്കാൻ അതുമാത്രം മതിയാവും. അപ്പക്ഷണം പോലെ കുമാരന്മാരെ പിടിച്ചു വായിലാക്കാൻ കഴി എത്തക്കവിധം നീട്ടിയ കൈകളുമായി താടകി രാമന്റെ അടുത്തേക്ക് ഓടിവരികയായിരുന്നു. പ്രചണ്ഡമായും കൊടുങ്കാറ്റി തുല്യമ്പുകയായിരുന്ന വികാരോജ്വലതയിലും അവൾ ഗർജിക്കുന്നുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാർ യാതൊരുപകടവും സംഭവിക്കരുതെന്നു വിശ്വാമിത്രൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. താടകി രാമനോട് കൂടുതലായി അടുത്തു, പക്ഷെ വളരെ വൈമനസ്യത്തോടുകൂടി. കാരണം രാമസാന്നിധ്യത്തിന്റെ അസാധാരണമായ നടുക്കം അവൾക്കനുഭവപ്പെട്ടു. 1-2 പ്രാവശ്യം അവൾ രാമന്റെ സമീപം ചെന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ പിന്നോക്കം വലിക്കുന്നു. തന്നോട് തന്നെയുള്ള അമർഷത്താൽ അവൾ ചാടിച്ചാടിക്കൊണ്ടിരുന്നു. അവളുടെ ചവിട്ടേറ്റുയർന്ന പൊടിപടലം ആ ദിക്കൊക്കെ അന്ധകാരമയമാക്കി. മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും അല്പനേരത്തേക്കൊന്നും പ്രവർത്തിക്കാതെ നിശ്ശബ്ദരായി നിന്നു. വ്യാമോഹിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കലയിൽ താടകി അതിനിപുണയായിരുന്നു. അവൾ ശക്തിയായ മഴ പെയ്യിച്ചു. ഈ രാക്ഷസിയെ ഇനിയും ജീവിതം തുടർന്നു പോകാൻ അനുവദിക്കരുതെന്ന് രാമൻ തീരുമാനിച്ചു. സ്ത്രീത്വത്തിന്റെ പേരിൽ അവൾക്ക് മാപ്പുകൊടുക്കുകൂടാ. അതുകൊണ്ട് അപ്രത്യക്ഷമായ താടകിയുടെ ശരീരത്തിനു നേരെ ലക്ഷ്യം വെച്ച് രാമൻ ഒരസ്ത്രം എയ്തു. അപ്പോൾ അവൾ ഒരിക്കൽ കൂടി രാമന്റെ നേരെ പാഞ്ഞു. അവളുടെ ഭുജങ്ങൾ രണ്ടും രാമബാണങ്ങളാൽ ബന്ധിക്കപ്പെട്ടു. ലക്ഷ്മണൻ അവളുടെ ഇതരാവയവങ്ങൾ ഓരോന്നായി ഖണ്ഡിച്ചു വീഴ്ത്തി. പക്ഷേ താടകിക്ക് സ്വേച്ഛ പോലെ വേഷം മാറാൻ കഴിയുമായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ രൂപം മാറ്റി വേറൊന്നെടുത്തു. വീണ്ടും നവോന്മേഷത്തോടുകൂടി രോഷാകുലയായി പ്രത്യക്ഷപ്പെട്ടു. അവൾ മരിച്ച പോലെ നടിച്ചുകിടന്നു. പെട്ടെന്ന് ജീവിച്ചെഴുന്നേറ്റു. അവൾ ഒരേ സമയത്തന്നെ വിവിധ രൂപങ്ങൾ കൈക്കൊണ്ടു. പഴയ കൗശലമായ പാരിഷ്യം വീണ്ടും പെയ്തു. അവളുടെ ദുഷിച്ച എല്ലാ കഴിവുകളും സൂത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. എത്ര സൂക്ഷിച്ചിട്ടും രാമലക്ഷ്മണന്മാർക്ക് ചെറിയ പരുക്കുകൾ പറ്റുകയുണ്ടായി. അതുകണ്ട് ഇനി താമസിപ്പിക്കരുതെന്നും അവളെ വധിക്കണമെന്നും വിശ്വാമിത്രൻ തോന്നി. അദ്ദേഹം പറഞ്ഞു, രാമ, മടിക്കണ്ട. അവയവം ഖണ്ഡനം കൊണ്ടൊന്നും പ്രയോജനമുണ്ടാവുകയില്ല. ജീവനുള്ള കാലത്തോളം രാക്ഷസന്മാർക്ക് ഏതു രൂപവും സ്വീകരിക്കുവാൻ കഴിയും. അതുകൊണ്ട് അവളെ കൊല്ലൂ. സായാഹ്നമായാൽ അവളുടെ ക്രോധം കൂടുതൽ പ്രബലമാകും. സൂര്യാസ്തമയത്തിനു ശേഷം രാക്ഷസന്മാരെ നേരിടാൻ ശ്രമിച്ചാലും സാധ്യമാകില്ല. അതിനാൽ അതിനു മുമ്പേ അവളെ നശിപ്പിക്കണം. ഇത് പറഞ്ഞ് വിശ്വാമിത്രൻ രക്ഷണവും സുരക്ഷിതത്വവും അനുഭവപ്പെടുത്തുന്ന ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചു. രാമനും തന്റെ ചിന്തകൾ അങ്ങോട്ടേക്ക് തിരിച്ചു.
ശബ്ദം പുറപ്പെട്ട സ്ഥലത്തേക്ക് അസ്ത്രമയക്കാനുള്ള തന്റെ കഴിവ് പ്രയോഗിച്ചു. താടകയുള്ള ദിക്ക് കണ്ടറിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്കൊരസ്ത്രം അയച്ചു. അവളുടെ അവയവങ്ങളെല്ലാം ബന്ധിച്ചു നിർത്താനും ഒരു തരത്തിലും യാതൊരു ചലനവും സാധ്യമല്ലാതാക്കാനും ആ അസ്ത്രത്തിന് കഴിഞ്ഞിരുന്നു. അതേത്തപ്പോൾ അവൾ ഭയങ്കരമായി ആക്രന്ദനം ചെയ്തു ഭീഷണമായ നാക്കുനീട്ടി. രാമലക്ഷ്മണന്മാരുടെ ശരീരത്തിന്മേൽ ചെന്നുവീണ് തന്റെ ദേഹഭാരം കൊണ്ട് അവരെ ചതച്ചുകളയാൻ ശ്രമിച്ചു. കാലവിളംബം കൂടുതൽ ദുരന്തങ്ങളുണ്ടാക്കുമെന്ന് കണ്ട് രാമൻ മാരകമായൊരു കൂർത്ത ശരം അവളുടെ നെഞ്ചു ലക്ഷ്യമാക്കിവിട്ടു. അതേറ്റവൾ നിലത്തുരുണ്ടു വീണ് ജീവൻ ത്യജിച്ചു. താടക വീണടത്ത് ഭൂമിയിൽ ഒരു വലിയ കുഴിയുണ്ടായി. മരണവേദനയിൽ ഉരുണ്ടുപോയപ്പോൾ ആ കൂറ്റൻ പിണ്ടം തട്ടി വൃക്ഷക്കൂട്ടങ്ങളൊക്കെ ഒടിഞ്ഞുമറിഞ്ഞു വീണു. വന്യമൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓട്ടി. മൃഗക്കൂട്ടങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ ചിതറിപ്പാഞ്ഞു. അത്ര ഭയങ്കരവും അത്യുച്ചത്തിലുമായിരുന്നു അവളുടെ അന്ത്യശ്വാസം. ആ ഭീകര വിളിച്ച് സ്നേഹപൂർവ്വം വിശ്വാമിത്രൻ രാമനെ അടുത്തു വിളിച്ച് തലമുടിയിൽ തലോടിക്കൊണ്ടു പറഞ്ഞു, മകനെ, നീ ഭയപ്പെട്ടോ? ഇല്ലില്ല. സർവ്വലോകങ്ങളുടെയും രക്ഷിത വിൻ എങ്ങനെ പേടിയുണ്ടാവും? ഈ അത്ഭുതപ്രകടനമാണ് അടിസ്ഥാനശില. അത് എടുപ്പിന്റെ സ്ഥിരതയെപ്പറ്റി ഉറപ്പുതരുന്നു. വരൂ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സന്ധ്യാവന്ദനം ചെയ്ത് കുറച്ചുനേരം വിശ്രമിക്കൂ. എന്റെ കൂടെ വരൂ. അദ്ദേഹം അവരെ നദീതടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവരോട് പറഞ്ഞു, കുട്ടികളെ, ഇന്ന് രാത്രി നമുക്കിവിടെ വിശ്രമിക്കാം. നമ്മുടെ ആശ്രമത്തിലേക്ക് നാളെ പുലർച്ചയ്ക്ക് പുറപ്പെടാം. വിശ്വാമിത്രൻ പറഞ്ഞ കഥകൾ കേട്ട് അവർ രാത്രി കഴിച്ചു. ഗുരുനാഥൻ അവരുടെ പ്രത്യേക കഴിവുകളും അവരിൽ ലയിച്ചുകിടക്കുന്ന മഹത്വങ്ങളുമെല്ലാം കഴിച്ച് മഹർഷി സ്നിഗ്ധമായൊരു മന്ദഹാസത്തോടെകൂടി ഉറങ്ങിക്കിടക്കുന്ന സഹോദരന്മാരെ സമീപിച്ചു. അദ്ദേഹം മൃദുവായിട്ടും മധുരമായും അവരോട് സംസാരിച്ചു. രാമം, നിന്റെ യുദ്ധവീര്യം കണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നീ താടകി രാക്ഷസിയെ കീഴടക്കിക്കൊണ്ടിരുന്നപ്പോൾ നീ പരബ്രഹ്മമാണെന്ന സത്യം ഞാൻ ഗ്രഹിച്ചു. സത്യമായും ഞാൻ വളരെ ഭാഗ്യവാനാണ്. വിശ്വാമിത്രൻ ആനന്ദാശ്രുകൾ പൊഴിച്ചു. അദ്ദേഹം തന്റെ വശമുള്ള എല്ലാ നിഗൂഢങ്ങളായ ആയുധങ്ങളും കയ്യിലെടുത്ത് അവയെ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന മന്ത്രങ്ങളോടുകൂടി അവയെല്ലാം രാമഹസ്തങ്ങളിൽ വെച്ചു. ഈ ആയുധങ്ങൾ കൈയാളുവാനുള്ള അധികാരമൊന്നും എനിക്കില്ല. എന്റെ കൈവശത്തിലാണിവയെങ്കിലും അവയെക്കൊണ്ട് എനിക്കെന്തു പ്രയോജനമാണ്? അവിടുന്നാണ് എല്ലാ ആയുധങ്ങളുടെയും അധിപനും പ്രയോക്താവും. രാമനൊപ്പം വരുന്നതിൽ അവ ഏറ്റവും സന്തോഷിക്കും. കാരണം അപ്പോൾ അവയ്ക്ക് അവയുടെ ഒഴിച്ചുകൂടാത്ത ആവശ്യങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കൂ. ഈ നിമിഷം മുതൽ ഞാനിതുവരെ കൈയാളിയ എല്ലാ ആയുധങ്ങളും അവിടുത്തെ ഉപകരണങ്ങളായിരിക്കും. അവതാരം വന്ന കാര്യത്തിൽ പ്രയോജനപ്പെട്ടുത്താൻ വേണ്ടി അതിന്റെ ഉടമസ്ഥത തിരിച്ചെടുക്കാത്ത നിലയിൽ സമർപ്പിക്കുന്നതിന്റെ സൂചനയായി ബന്ധപ്പെട്ട മന്ത്രം ചൊല്ലി തീർത്ഥം തളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്രകാരം ദണ്ഡചക്രം, കാലചക്രം, ഇന്ദ്രാസ്ത്രം, വജ്രാസ്ത്രം, ശിവപ്രചോദിതമായ ത്രിശൂലം, ബ്രഹ്മശിരാസ്ത്രം, ഐഷികാസ്ത്രം എല്ലാറ്റിലുമുവെച്ച് മഹാപ്രബലവും അത്യന്തം സംഹാരകരവുമായ ടെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മലയാളം ബ്രഹ്മാസ്ത്രം ഇവയെല്ലാം അദ്ദേഹം രാമനു കൊടുത്തു. അനന്തരം അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് കുറേനേരം നിശബ്ദനായിരുന്നു. ഇപ്പോൾ ഈ രണ്ടെണ്ണം കൊണ്ട് ഞാൻ എന്തു ചെയ്യാനാണ് എന്നു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് രാമൻ 2 ശക്തിയുള്ള ഗദകൾ കൊടുത്തു, മോദകവും ശിഖാരവും. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിലെത്തിയ ശേഷം ഞാൻ മറ്റുള്ള ആയുധങ്ങളും പുറത്തെടുക്കും. അശ്വസ്തം, ക്രൗഞ്ചാസ്ത്രം, നാരായണാസ്ത്രം, വയാസ്ത്രം മുതലായവ. ഈ ആയുധങ്ങളെല്ലാം ഉടമസ്ഥന്റെ വിളിപ്പുറത്തുവരും. അവ ആശ്ചര്യകരമായ വിധം അപ്രതിരോധ്യങ്ങളാണ്. ഇതു പറഞ്ഞ് അദ്ദേഹം രാമന്റെ ചെവിയിൽ ഈ ആയുധങ്ങൾ രൂപപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ലക്ഷ്യത്തിലേക്ക് ഗണനാതീതമായ വിധം ഉഗ്രരോഷത്തോടുകൂടി അയക്കുകയും ചെയ്യുന്ന ഗൂഢമന്ത്രങ്ങൾ ഉപദേശിച്ചു. തന്റെ മേൽനോട്ടത്തിൽ ആ മന്ത്രങ്ങൾ ഉച്ചരിക്കുവാനും പറഞ്ഞു. ഏറെ കഴിയുന്നതിനു മുമ്പ് ദിവ്യായുധങ്ങളിലെ അസ്ത്രങ്ങളുടെയും മറ്റായുധങ്ങളുടെയും അധിനായകരെ ഓരോരുത്തരെയും സങ്കൽപ്പിക്കുവാനും അവരുടെ കൃതജ്ഞതാപൂർവമായ അഭിവാദ്യം സ്വീകരിക്കുവാനും രാമനു കഴിഞ്ഞു. ഓരോ ദേവതയും രാമന്റെ മുമ്പിൽ ഹാജരായി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ഓരോരുത്തരും പറഞ്ഞു, രാമ, ഈ നിമിഷം മുതൽ ഞങ്ങൾ അവിടുത്തെ സേവകരാണ്. അവിടുത്തെ കൽപ്പന അനുസരിക്കുമെന്ന് ഞങ്ങൾ സത്യം ചെയ്യുകയും ഉറപ്പു നൽകുകയും ചെയ്യുന്നു. രാമകൽപ്പനകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അപ്രത്യക്ഷരായി. ഈ സംഭവവികാസങ്ങൾ രാമനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം മഹർഷിയുടെ പാദം തൊട്ടു പറഞ്ഞു, ഗുരോ, അങ്ങയുടെ ഹൃദയം ത്യാഗസുരഭിലമാണ്. അങ്ങ് ത്യാഗത്തിന്റെയും യോഗത്തിന്റെയും ദിവ്യമൂർത്തീകരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ വളരെ ക്ലേശിച്ചു നേടിയതും അതിശക്തിയുള്ളതുമായ ഇത്രയും ദിവ്യായുധങ്ങൾ ആരെങ്കിലും ത്യജിച്ച് ദാനം ചെയ്യുമോ? ആവശ്യത്തിന് അയച്ചുകഴിഞ്ഞ് ആവശ്യം നിർവഹിക്കപ്പെട്ടുകഴിഞ്ഞാൽ ഏതു രീതിയിലാണ് ഞാനവയെ തിരിച്ചുവരുത്തേണ്ടതെന്ന് ഉപദേശം നൽകി എന്നെ അനുഗ്രഹിക്കണം. അവയെ മുഖതമാക്കേണ്ട മന്ത്രങ്ങളെ മാത്രമേ ഇപ്പോൾ ഉപദേശിച്ചിട്ടുള്ളൂ.
അവയെങ്ങനെ തിരിച്ചുവരുത്തണമെന്നും ഞാൻ അറിയേണ്ടതാണല്ലോ. ഇതു കേട്ടപ്പോൾ വിശ്വാമിത്രനും വലിയ സന്തോഷമായി. അദ്ദേഹം ഈ ശക്തികളും ആയുധങ്ങളും മൈനസത്യകീർത്തി ഭ്രഷ്ടാര സോ പിത്രസോമസ കുവീനാവീരസ്യ യൗഗണ്ഡാവിദ്യുത കരവീരക ജുംബക സ്വയം പ്രവർത്തനം കൊണ്ടുതന്നെ അവയെ തിരിച്ചുവരുത്താം. എങ്ങനെയെന്നോ മന്ത്രങ്ങളിൽ കൂടി പ്രകടീകൃതമായ വില്ലാളിയുടെ ഇച്ഛയുപയോഗിച്ച് ആ മന്ത്രങ്ങൾ ഞാൻ നിനക്കിപ്പോൾ ഉപദേശിച്ചു തരാം. അനന്തരം അദ്ദേഹം ആ മന്ത്രങ്ങളും രാമനുപദേശിച്ചു. അവ ഉച്ചരിക്കപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട ദേവതകൾ പ്രത്യക്ഷപ്പെട്ട് അവയുടെ പുതിയ യജമാനനെ നമസ്കരിച്ചു. വിളിക്കുമ്പോൾ തയ്യാറായിരിക്കണമെന്നും അതിനിടയിൽ സ്വേച്ഛ പോലെ പ്രവർത്തിക്കാമെന്നും രാമൻ അനുമതി നൽകി. അനന്തരം വിശ്വാമിത്രൻ യാത്ര തുടരാമെന്ന് അഭിപ്രായപ്പെട്ടു. അവർ മൂവരും നടന്നു തുടങ്ങി. അല്പദൂരം ചെന്നപ്പോൾ ഉയർന്ന കൊടുമുടികളോടുകൂടിയ കുന്നുകളുള്ള ഒരു പ്രദേശത്തിൽ പ്രവേശിച്ചു. അവിടെ അവരുടെ ദൃഷ്ടികൾ മനോഹരമായ ഒരു തോട്ടത്തിൽ പതിച്ചു. ആ ഉദ്യാനത്തിൽ നിന്നും പ്രസരിച്ച പരിമളം അവരെ സ്വാഗതം ചെയ്യുകയും അവരുടെ ശരീരത്തിനും മനസ്സിനും നവോന്മേഷം പകരുകയും ചെയ്തു. ആ സുന്ദരമായ ഭൂഭാഗത്തിന്റെ അധിപൻ ആരാണെന്നറിയാൻ അവർക്ക് ജിജ്ഞാസയുണ്ടായി. അതിനായി അവർ ഗുരുവിനോട് അപേക്ഷിച്ചു. വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, മകനെ, സ്വന്തം ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഭൂമിയിലിറങ്ങി തപസ്സു ചെയ്യാനായി ദേവന്മാർ തെരഞ്ഞെടുത്ത പുണ്യദേശമാണിത്. മഹാനായ കാശ്യപൻ ഇവിടെ വന്ന് തപസ്സു ചെയ്ത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടി. ഈ സ്ഥലം എല്ലാ പരിശുദ്ധശ്രമങ്ങൾക്കും വിജയമരുളുന്നു. അതുകൊണ്ട് ഇതിനെ സിദ്ധാശ്രമം എന്നു വിളിക്കുന്നു. ആത്മസമർപ്പണത്തിനും പരിത്യാഗം വളർത്തിയെടുക്കാനുമുള്ള ഉദ്ദേശത്തോടുകൂടി ഞാനും ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇവിടെ നടത്തിയ ഏത് പുണ്യകർമ്മത്തെയും തടഞ്ഞ് അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന രാക്ഷസന്മാർക്ക് ഈ ആശ്രമം ഒരാക്രമണ ലക്ഷ്യമാണ്. അവർ തങ്ങളുടെ പരമദുഷ്ടമായ പ്രവർത്തനത്തിന് ശ്രമിക്കുമ്പോൾ നീ അവരെ നശിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ ആ ഹൃദയാനന്ദകരമായ ശാന്തിസ്ഥാനത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹം രാമന്റെ ചുമലിൽ വാത്സല്യപൂർവ്വം കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇതെത്രത്തോളം എന്റേതായിരുന്നുവോ ഇന്നുമുതൽ അതത്രത്തോളം നിന്റേതാണ്. പ്രായം ചെന്ന ആ തപോധനൻ ഈ വാക്കുകൾ പറയുമ്പോൾ സംതൃപ്തിയുടെ ബാഷ്പം പൊഴിച്ചു.